ശരി, മുഹമ്മദ് ഷഹീദിലേക്ക് പോവാം. ഷഹീദ്, വടക്കൻ കേരളത്തിൽ പൊതുവിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കോഴിക്കോട്ടെ മിഠായി തെരുവിലെ വിവരങ്ങളൊക്കെ നേരത്തെ അവിടെ നിന്ന് തത്സമയം കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പഴഞ്ചൊല്ല് വന്ന അമ്പിട്ടാൽ കടക്കാത്തത്ര പുരുഷാരം ആൾക്കൂട്ടം എന്നൊക്കെ പറയുന്ന പോലെ അത്ര തിരക്കായിരുന്നു അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ വലിയ തിരക്ക് പലയിടത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. പൊതുവിൽ വടക്കൻ കേരളത്തിലെ അന്തരീക്ഷം എങ്ങനെയാണ്? വിപണിയൊക്കെ എങ്ങനെയായിരുന്നു ഇക്കുറി? രതീഷ, തീർച്ചയായും വളരെ സന്തോഷഭരിതമായ ഒരു ഓണക്കാലം തന്നെയായിരുന്നു വടക്കൻ കേരളത്തിൽ. വലിയ മഴക്കാലമൊക്കെ വലിയ ദുരന്തമൊക്കെ വയനാട്ടിൽ കഴിഞ്ഞ് ഉണർന്നെത്തിയതാണ്. നമ്മൾ അതിൻ്റെ ഒരു ആഘാതവും അതിൻ്റെ ഒരു വിങ്ങലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കറിയാമല്ലോ, എല്ലാ ദുരന്തവും ഒരു വേള നമ്മൾ മാറ്റിവെക്കും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആഘോഷക്കാലത്തിനും. പ്രത്യേകിച്ചും ഓണം നമുക്ക് ആ രീതിയിലുള്ള സർക്കാർ തലത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ മാറ്റിവെച്ചെങ്കിൽ കൂടി ജനങ്ങൾക്ക്, ശേഷിച്ച മനുഷ്യർക്കൊക്കെ, എനിക്ക് തോന്നുന്നത് വയനാട്ടിലുള്ള ചൂരൽമലയിലുള്ള ആളുകൾക്ക് പോലും, അവർക്ക് പോലും സന്തോഷത്തിനുള്ളൊരു ഇടം, ഒരു സമയം കണ്ടെത്തുന്നത് ഇത്തരം ആഘോഷവേളകളാണ്. അതുകൊണ്ട് തന്നെ ഓണം അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന നിലയിൽ, ജനങ്ങളുടെ വളരെ ജനകീയമായ ആഘോഷം എന്ന നിലയിൽ ആ തരത്തിൽ വളരെ ഉണർവോടുകൂടി തന്നെയാണ് ഈ വടക്കൻ കേരളം ഓണത്തെ വരവേറ്റത്. അതിൻ്റെ ഉണർവ് മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. നമ്മൾ സംസാരിക്കുന്ന ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പറഞ്ഞത് വലിയ തിരക്കുണ്ട്, വലിയ ആൾക്കൂട്ടം എത്തുന്നുണ്ട്. അതിൻ്റെ തിരക്ക് നമുക്ക് എസ് എം സ്ട്രീറ്റിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു, രാത്രിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴൊക്കെ തിരക്ക് കൂടിക്കൊണ്ട് വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ തിരക്ക് ഇങ്ങനെ പോവുകയാണ്, ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നാളത്തെ സദ്യ തയ്യാറാക്കണമെന്നൊന്നും ആളുകൾക്ക് ഓർമ്മയില്ലാത്തതുപോലെ ആളുകൾ ഇങ്ങനെ അങ്ങാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കൗതുകത്തിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ എസ് എം സീറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കച്ചവടക്കാരനുണ്ട്. അദ്ദേഹം നമ്മൾ രാവിലെ മുതൽ തന്നെ വന്നപ്പോൾ മുതൽ തന്നെ ഇവിടെയുണ്ട്. ആൾക്കൂട്ടത്തെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിതമായ ശൈലിയിൽ. അതായത് രാത്രി ആയതൊന്നും അറിഞ്ഞില്ല തോന്നുന്നു. അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് ഒക്കെ എപ്പോഴും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചേട്ടാ, ഓണക്കല്ലേ, പിന്നെ നമുക്ക് ഒറ്റ വിഷമമുള്ളൂ. നമ്മളെ വയനാട്ടിലത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ, നമുക്കൊരു സങ്കടം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കൊന്നും പറയല. പിന്നെ നമ്മൾ എല്ലാവരും ജനങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷമുള്ളൂ. ഇക്കാലത്ത് ഓണത്തിന്, ഈ സീസണിൽ ഈ ഓണത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു തിരക്ക്? കുഴപ്പമില്ല, തിരക്ക് കുഴപ്പമില്ല. നമുക്കൊരു സത്യസങ്കടമുള്ളൂ. വയനാട്ടിലത്തെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വേറെ എന്താ പറയല്ലേ, നമ്മൾ കച്ചവടത്തിലാണ്, വേറെ ഇല്ല. എല്ലാവർക്കും കൊടുത്തില്ല, അവിടെ എല്ലാ സ്റ്റേറ്റ് 350 ഇങ്ങനെ ഓരോ പാക്കറ്റ് പൊളിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ആളുകൾ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വീട്ടമ്മമാരൊക്കെ ഉണ്ട്. വാങ്ങിയിട്ട് മതിയാകുന്നില്ലല്ലേ കോഴിക്കോട്ട്? സാധനങ്ങളൊക്കെ വാങ്ങിയോ? എന്നിട്ട് ഒന്നുകൂടി വാങ്ങാൻ വേണ്ടിട്ട് സദ്യയൊക്കെ ആളുകളിങ്ങനെ വാങ്ങിയിട്ട് മതിയാവുന്നില്ല. കവറിലൊക്കെ സാധനങ്ങളുണ്ട്, പക്ഷെ വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും. മിഠായിത്തെരുവ് വിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം നമുക്കറിയാം. അക്ഷയക്കൊക്കെ അറിയാവുന്ന മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് അല്ലേ? ചെറിയ പൈസ ആകുമ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ 200 മേടിച്ച 100 രൂപയ്ക്ക് അവിടെ കാണാം. എന്നാൽ അത് വീണ്ടും വാങ്ങാൻ തോന്നും അല്ലേ? അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. മറ്റു കടകളിലൊക്കെ വലിയ വിലയാണ്. പരമാവധി വില കുറച്ചിട്ട് ആ വാങ്ങുന്നതിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. പക്ഷേ വാങ്ങിയോ? നല്ല ഷർട്ടാണ്, കണ്ടിട്ട് വളരെ നല്ല ഷർട്ടായിട്ട് തോന്നുന്നു. 2 വാങ്ങാട്ടോ. അല്ല, അത് അത്തരം പ്രലോഭനങ്ങൾ നിരവധി ഉണ്ടാവും. അതിലൊന്നും എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിലും നമ്മൾ അറിയാതെ നമ്മൾ വാങ്ങിപ്പോകും. അതാണല്ലോ നമ്മളുടെ ഒരു എസ് എഫ് സ്റ്റേറ്റിന്റെയും നമ്മളുടെ ഒരു വീക്ക്നെസ്. അതാണ് നല്ല എന്തില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നല്ല ഡ്രസ് ഇടും അല്ലേ? ചേച്ചി കുറെ കവറിലുള്ള സാധനങ്ങൾ വാങ്ങി പോവാണ്. എല്ലാം വാങ്ങിച്ചു. സദ്യയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചേച്ചി നല്ല തിരക്കിലാണ്, സാധനം വാങ്ങി വീട്ടിലേക്കുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ വാങ്ങാൻ വേണ്ടി വരുന്നവരുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരക്കിട്ട് വീട്ടിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ വളരെ സജീവമായ ഓണ വിപണിയാണ് എസ് എം സ്ട്രീറ്റിലും വടക്കൻ കേരളത്തിൽ. രാത്രി എസ് എം സ്ട്രീറ്റ് ഒന്നും ഫുൾ ഫ്രെയിം എടുക്കാണെന്ന് തോന്നുന്നു. നല്ല കളറായിട്ടിരിക്കും എസ് എം സ്ട്രീറ്റിൽ. രാത്രി അതിമനോഹരമാണ് കാണാൻ. ഇപ്പം സ്ട്രീറ്റ് നവീകരിക്കുകയൊക്കെ ചെയ്തല്ലോ, എസ് എം സ്ട്രീറ്റ് നവീകരിക്കുകയോ ചെയ്തുകൊണ്ട് അതിന്റെ ഭംഗി